സാറേ വല്ലതും തരണേ. ആരാ? സാറേ എന്തെങ്കിലും തരണേ സാറേ, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും. ഇനിയിപ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. എന്റെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാൻ 10 പൈസ പോലും ഇല്ല സാറേ. കണ്ണ് കാണാത്ത ആളാ. എന്തെങ്കിലും തന്ന് സഹായിക്കണേ സാറേ. അടുത്ത ആഴ്ച മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുണ്ട്. ഒരു അപേക്ഷ എഴുതി തന്നാൽ തനിക്ക് ധനസഹായം കിട്ടാനുള്ള വഴി ഈ മോഹനകൃഷ്ണൻ സാർ ഉണ്ടാക്കി തരും. ഇപ്പോഴത്തെ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും താ സാറേ. ഇപ്പോഴത്തെ വിശപ്പ് മാറിയ പോരല്ലോ. അതുപോലെ തനിക്ക് വികലാംഗ പെൻഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. മോഹനേട്ടാ, അയക്ക് എന്തെങ്കിലും കൊടുത്തുവിടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കാശ് ചോദിക്കുമ്പോ റവന്യൂ വകുപ്പിന്റെ ചരിത്രം പഠിപ്പിക്കാൻ നിൽക്കല്ലേ. ഇക്കാര്യത്തിൽ നീ ഇടപെടണ്ട. ഓ സഹോദര, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ വികലാംഗ പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സമയം പോലെ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ അപേക്ഷിക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ താങ്കൾ അന്ധനാണ് എന്ന് സാക്ഷ്യപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ വിശന്നിട്ട് വയ്യ സാറേ. അടുത്ത ആഴ്ച മുഖ്യമന്ത്രി വരുമ്പോ നിങ്ങളുടെ അപേക്ഷ ഞാൻ കൊടുക്കാം. അവിടെ വെച്ച് അപ്പൊ തന്നെ മുഖ്യമന്ത്രി ഒപ്പിട്ട് കളയും. പിന്നെ മാസാമാസം വീട്ടിലിരുന്ന് കാശ് വാങ്ങാം. ഇതേ 10 രൂപയുണ്ട്, എന്തെങ്കിലും കഴിച്ചു. വലിയ ഉപകാരം ചേച്ചി. ചേച്ചിയെ ദൈവം രക്ഷിക്കും. സാറേ ഞാൻ വരട്ടെ സാറേ. നോക്കി നിക്ക്. ഞാൻ അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു. അതിനിടയിലാണ് നീ വന്ന് കുഴപ്പമുണ്ടാക്കിയത്. ഞാൻ എന്ത് കുഴപ്പമുണ്ടാക്കിയതാണ് മോഹനേട്ടാ? അയാൾ വന്നത് ഒരു നേരത്തെ ആഹാരത്തിനാണ്. വിശക്കുന്നവന് വേണ്ടത് ഭക്ഷണമാണ്, അല്ലാതെ സർക്കാർ നടപടി ചട്ടം പഠിക്കലല്ല. മോഹനേട്ടാ, വിശക്കുമ്പോ ആഹാരം തന്നെ വേണം, അല്ലാതെ ജനസമ്പർക്ക പരിപാടി പുഴുങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ വിശപ്പ് മാറില്ല. 10 രൂപ കൊടുത്ത് തീർക്കേണ്ട പ്രശ്നം 10 രൂപ കൊടുത്ത് തന്നെ തീർക്കണം, അല്ലാതെ 10,000 രൂപയ്ക്ക് പ്രസംഗിച്ചല്ല അത് തീർക്കേണ്ടത്. ഓഹോ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കളിയാക്കുന്നത് അന്തസ്സുള്ള ഒരു ഭാര്യയ്ക്ക് ചേർന്നതല്ല. ഞാൻ മോഹനേട്ടനെ കളിയാക്കിയതേ ഇല്ല. ഞാൻ പറഞ്ഞത് കാര്യമാണ്. അന്ധനായ ഒരു മനുഷ്യൻ ഒരു സഹായം അന്വേഷിച്ചു വരുമ്പോ അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതിന് പകരം ഒരു അപേക്ഷ എഴുതി വില്ലേജ് ഓഫീസിൽ കൊടുത്താൽ വികലാംഗ പെൻഷൻ ശരിയാക്കി തരും എന്ന് പറയുന്നതേ മര്യാദകേടാണ്. അയാൾക്ക് പെൻഷൻ വേണമെങ്കിൽ അയാൾ അപേക്ഷയുമായി വില്ലേജ് ഓഫീസിൽ വരും. അയാൾക്ക് ഇപ്പൊ വേണ്ടിയിരുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള കാശാണ്. അത് ഞാൻ കൊടുത്തു. ഇതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. നീ കൊടുത്ത 10 രൂപ കൊണ്ട് ഇപ്പൊ അയാൾ എന്തെങ്കിലും കഴിക്കുമായിരിക്കും. പക്ഷെ ഉച്ചയാകുമ്പോഴോ വീണ്ടും അയാൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. അതേസമയം അയാൾക്ക് ഒരു വികലാംഗ പെൻഷൻ ഉണ്ടെങ്കിൽ മാസാമാസം ആ പണം ആരോടും ചോദിക്കാതെ അയാൾക്ക് കിട്ടും. ഭാമേ, ഒരു പ്രശ്നത്തിന് ശരിയായ പരിഹാരം കാണുന്നവരാണ് ബുദ്ധിമാൻ. അന്ധനായ ആ മനുഷ്യന്റെ പ്രശ്നത്തിന് ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നു. ഒരു പെൻഷൻ ശരിയായി കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. നീ ഒരു വക്കീലാണ്. അന്ധനായ ഒരാൾക്ക് വേണ്ടി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അയാൾ അന്ധനാക്കിയ കുറ്റത്തിന് ദൈവത്തിനെതിരെ കേസ് കൊടുക്കാം. പക്ഷെ ദൈവത്തെ ശിക്ഷിക്കാൻ നിന്റെ നിയമത്തിന് വകുപ്പില്ലല്ലോ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? കഷ്ടപ്പെടുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും ഒരു സഹായം ചെയ്യാൻ ഒരു വില്ലേജ് ഓഫീസർക്ക് പറ്റും. വില്ലേജ് ഓഫീസർക്ക് മാത്രമേ പറ്റൂ. നീ കൊടുത്ത 10 രൂപയുടെ കാര്യം അയാൾ ഉച്ചയാകുമ്പോൾ മറന്നുപോകും. പക്ഷെ ഞാൻ ശരിയാക്കി കൊടുക്കാൻ പോകുന്ന പെൻഷൻ അയാൾക്ക് ജീവനുള്ളിടത്തോളം കാലം കിട്ടും. അന്നൊക്കെ അയാൾ എന്നെ ഓർക്കും. മുരുകൻ കൊലക്കേസിലെ പ്രതിയായ മാധവൻകുട്ടിയെ നീ രക്ഷിച്ചാൽ മാധവൻകുട്ടി നിന്നെ ഓർക്കുമായിരിക്കും. പക്ഷേ മരിച്ചുപോയ മുരുകന്റെ വീട്ടുകാർ നിന്നെ പ്രാകും. ഇതാണ് ഒരു വില്ലേജ് ഓഫീസറും വക്കീലും തമ്മിലുള്ള വ്യത്യാസം. ഇതവനല്ലേ? ഇവനെന്നെ കണ്ണു കാണാതെ ഫോൺ വിളിക്കുന്നത്? എന്തെങ്കിലും ആയിക്കോട്ടെ.
ആ അളിയാ ഞാനാ സുഗുണൻ. നീ എവിടെയാ? ആ ഞാൻ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട്. ഓ ഇന്ന് രാവിലെ വലിയ കുഴപ്പമില്ലായിരുന്നു. എല്ലാം കൂടി ഒരു 150 രൂപയ്ക്ക് പുറത്ത് കിട്ടി. ആ ഇന്നിനി വയ്യാന്ന് ഒരു മൂടിലടേ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്ക് 2 വീശി ഊണും കഴിച്ചിട്ട് ഒരു സിനിമയ്ക്ക് പോയാലോ? ശരി, അപ്പൊ നീ ഒരു കാര്യം ചെയ്, കൃത്യം 11:30 മണിയാകുമ്പോ അപ്സര ബാറിലെടുത്ത് വാ. 11:30 തന്നെ വരണോ? നീ എന്തു വർത്താനാടാ ഈ പറയുന്നത്? 11:30 വന്നാലല്ലേ 2 വീശി ഊണും കഴിച്ചിട്ട് 1:30 ഇറങ്ങാൻ പറ്റൂ. 2:30 മാറ്റിനി. കണ്ണ് കാണാൻ പോയത്ത നീ എങ്ങനെ സിനിമ കാണും? എനിക്ക് കണ്ണ് കാണാൻ വയ്യെന്ന് ആര് പറഞ്ഞു? അതൊക്കെ വെറും നമ്പർ അല്ലേ. ഇങ്ങനെ എത്ര നമ്പർ ഉണ്ട് നിന്റെ കയ്യില്? എടേ എത്ര വേണമെങ്കിലും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു മുടന്തനായിട്ടല്ലേ ഇറങ്ങിയത്. നല്ല കളക്ഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല സുഖമുള്ള ജീവിതമല്ലേ, ഒരു പണി എടുക്കണ്ട. പക്ഷേ അങ്ങനെ പണിയെടുക്കാതെ മൂക്കൂട്ടം തിന്നാ അതൊരു പണിയാവില്ലേ? നീ ഒന്ന് ചുമ്മാ ഇരടേ. അപ്പോ 11:30. 11:30 നീ പോകും. നിക്കട അവിടെ. പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് മാത്രം. ആഹാ. ഞാൻ വരട്ടെ. പോരുത്. സാറേ, നിന്റെ പേര് സുഗുണൻ എന്നാണല്ലേ? അതെ. യാതൊരു നല്ല ഗുണമില്ലാത്ത നിനക്ക് ആരടാ സുഗുണൻ എന്ന് പേരിട്ടത്? കേസെടുക്കടാ. സാറേ, ഏത് കാശ്? എന്റെ ഭാര്യ ഭാമ തന്ന 10 രൂപ. എടുക്ക്. ആഹാ. നിന്റെ വടി ചവിട്ടി ഞാൻ നിന്നെ വെറുതെ വിടണം. നിന്നെ പോലീസിനെ കൂടി പിടിപ്പിക്കാൻ ഞാൻ കുടയും കൊണ്ട് നടക്കണം. വെറുതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. പട്ടാപ്പകൽ ആളെ സാറേ, എന്റെ പൊന്ന് സാറേ, സാറിന്റെ ഭാര്യ എന്ന 10 രൂപ അല്ലേ സാറേ? അത് ഞാനങ്ങ് തരാം. ഈ 10 രൂപ പോരല്ലോ. നീ അന്ധനാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ തിരിച്ചു കൊടുക്കണം. കഴിഞ്ഞ ആഴ്ച നീ മുടന്തനാണെന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ കാശും തിരിച്ചു കൊടുക്കണം. അതൊക്കെ വല്ലവരുടെ കാശല്ലേ സാറെന്താ? ഞാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വില്ലേജ് ഓഫീസറാണ്. നാട്ടിലെ ഒരാളുടെയും 1 രൂപ പോലും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ പ്രശ്നം? എന്റെ ചേട്ടാ, ഞാൻ രാവിലെ ഇതൊരു മര്യാദക്ക് പോവായിരുന്നു. ഈ സാറിനെ പിടിച്ചു നിർത്തി കയ്യിലുള്ള കാശ് എടുക്കാൻ പറയുന്നത്. അത് കൊള്ളാലോ. സാറ് വലിയ സത്യസന്ധനാണ്, കൈക്കൂലി വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് പരിപാടി അല്ലേ? പട്ടാപ്പകല് പിടിച്ചു പറിക്കുന്നതിനേക്കാൾ നല്ലത് കൈക്കൂലി വാങ്ങുന്നതല്ലേ സാറേ? ആര് പിടിച്ചു പറിച്ചു? അന്ധനാണെന്ന് പറഞ്ഞ് ഇവൻ എന്റെ വീട്ടിൽ വന്ന് 10 രൂപ കൊണ്ടുപോയി. അതാണ് ഞാൻ തിരിച്ചു പിടിച്ചത്. അന്ധനോ? ആര്? എടാ സുഗുണ മോനെ, വേഷം കെട്ടെടുക്കരുത്. നാട്ടിൽ എത്ര വികലാംഗന്മാരുണ്ട്. നീയൊക്കെ കാരണം അവർക്ക് കൂടി അവകാശപ്പെട്ട കാശാണ് ഇല്ലാതാകുന്നത്. നിന്നെ വിടുന്ന പ്രശ്നമില്ല. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവനെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കില്ല. അപ്പൊ അറിയാം ബാക്കി. എന്ത് സാറേ പ്രശ്നം? ഉത്തമ, ഒരു പെരുങ്കള്ളൻ രാവിലെ വീട്ടിൽ കയറി വന്ന് കാഴ്ച ശക്തിയില്ലെന്ന് പറഞ്ഞ് 10 രൂപ കൊണ്ടുപോയി. അതിന് പറഞ്ഞ ഞാൻ ഓടിയത്. 10 രൂപ അല്ലേ സാറേ? പോട്ടെ. 10 രൂപയല്ല പ്രശ്നം. ഇങ്ങനെ ആളെ പറ്റിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അഹങ്കാരി. എവിടെ? നാളെ ശരിക്കും ഒരു അന്ധം വന്നാൽ നമ്മളെ സഹായിക്കോ? വികലാംഗർ സമൂഹത്തിൽ പരിഗണന അർഹിക്കുന്നവരാണ്. ഇവരെ പോലുള്ളവർ കാരണം ശരിക്കുള്ള വികലാംഗരല്ലേ കഷ്ടപ്പെടുന്നത്? സാർ തൽക്കാലം ആ വിഷയം വിടില്ല. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സാറേ. ഇവിടെ അർഹതയുള്ളവർക്കല്ല പലപ്പോഴും ഒന്നും കിട്ടുന്നത്. സർക്കാർ അന്ധർക്ക് വേണ്ടി എത്ര ലക്ഷം രൂപയാണ് ചെലവാക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെ അർഹത ഉള്ളവർക്കാണോ കിട്ടുന്നത്? സർക്കാർ ഒരു കാര്യത്തിന് 10 രൂപ ചെലവാക്കുന്നു എന്നറിഞ്ഞാൽ അത് തട്ടിയെടുക്കാൻ ചാടി ഇറങ്ങുന്നവരെ പറ്റി ഒരു വില്ലേജ് ഓഫീസറായ സാറിനെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇത്തരം കള്ളന്മാരുള്ള ഈ നാട് ഒരിക്കലും രക്ഷപ്പെടില്ല. കഷ്ടം. കൊള്ളാം.